say that one of his cousin is going through some persecution in North India. So let us remember not only him but others who are being persecuted for the Lord's work. So let us take turns and let us pray at this time. Hallelujah. Thank you, Jesus. Lord, we thank you. We praise you, God. We praise you. We praise you, Jesus. Hallelujah, hallelujah, hallelujah. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ Lord, worthy to receive all glory and രാവിലെ സമയത്ത് വരുന്ന കർത്താവേ, praise. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ Hallelujah. അവകാശമായി തിരഞ്ഞെടുത്തത് പോലെ ആ ഭാഗ്യാവസ്ഥയെ അനുഭവിപ്പാൻ അടികളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് എന്റെ കർത്താവ് ചെറിയ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏഴകളിൽ ഭാരങ്ങൾ നിത്യം ചുമക്കുന്ന ദൈവമേ, ഏത് നേരത്തും അങ്ങയെ സ്തുതിച്ചു ജീവിക്കാനുള്ള ഉയരത്തിലെ ദൈവപ്രവീണികൾക്ക് കൈമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിളിച്ചവരെ ശുചികത്തോടെ ജീവിക്കാനുള്ള ദൈവകൃപ അടികൾക്ക് കൈമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവസായി ഒരു വർഷക്കാലടികളെ കടന്നുപോകുന്നല്ലോ കർത്താവേ, ഇത്രത്തോളം ദിനങ്ങൾ കർത്താവേ, നാൾതോറും അങ്ങ് ചെയ്ത നന്മകളെ ഓർത്താൽ എണ്ണി തീരുവാൻ ആളുകളില്ലാത്തതുപോലെ കർത്താവേ, സ്തുതിക്കുവാൻ കർത്താവേ, സ്തോത്രം ചെയ്യുവാൻ കർത്താവേ, തീരാത്ത താഴ്മകൾ തന്നതിനായിട്ട്, അനുഗ്രഹങ്ങളെ തന്നതിനായിട്ട് എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, ഈ ദിവസങ്ങളിൽ കർത്താവേ, എന്റെ കർത്താവുമായി ഒരു പടിയുടെ അടുത്ത് ചെയ്യുവാനുള്ള ദൈവകൃപ തരണം കർത്താവേ. ഉയരത്തിലെ ജ്ഞാന വഴികൾക്ക് വേണം കർത്താവേ, മാനുഷിക ബുദ്ധിയിലെ കർത്താവേ, ചെയ്യാൻ കഴിയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കർത്താവേ. എന്നാൽ അങ്ങനെ അത്യന്ത ശക്തി നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നാലേ അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയാണല്ലോ കർത്താവേ. അതൊന്ന് ഗ്രഹിപ്പാൻ, അത് അനുഭവിച്ചറിയുവാൻ ദൈവമേ ഒരു പുതുകൃപ അടികൾക്ക് കൈമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വാൽക്കാലത്തെ ആരാധനയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി നന്ദി പിതാവേ. ദൈവമേ, ഇന്ന് പകൽക്കാലം കർത്താവേ, ഏകാഗ്രതയോടെ അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഏഴകൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവകൃപയിലെ കർത്താവേ, അടികളെല്ലാവരും ആയിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. ഇന്നത്തെ കർത്താവേ, ഹല്ലേലൂയ, ഓരോ ഹല്ലേലൂയ അവരെ കാര്യങ്ങളിൽ ലീഡ് ചെയ്യുന്ന മക്കളെ എന്റെ കർത്താവ് അനുഗ്രഹിച്ചു ദൈവകൃപയിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുണയിലെ അടികളെ എത്രത്തോളം നടത്തിയല്ലോ നാഥാ, ആത്മാവിൽ നിറഞ്ഞവരായി നിലകൊള്ളുവാൻ കൃപ തന്നാട്ട്. സഭയിൽ ദൈവദാസനെ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം നാഥാ. ദൈവകൃപയിലെ നിലനിർത്തണമേ. ദൈവദാസൻ പല കാര്യങ്ങൾ ചെയ്യുന്നത് പറഞ്ഞല്ലോ, അതെല്ലാം ചെയ്യാൻ ആവശ്യമായ ദൈവകൃപയും ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും ഒക്കെ കൊടുത്ത് കർത്താവ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപയുടെ മറവിൽ അവരെ മറയ്ക്കണം. അവർ പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിന്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധ നല്ല ദൈവമേ, ഹല്ലേലൂയ, ഭവനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്ന കർത്താവേ. ദൈവമേ, നിന്റെ മക്കളെ അനുഗ്രഹിച്ചാണ് കർത്താവേ. അറവാഹതലേ തീരലകന കർത്താവേ, അങ്ങേ അനുഗ്രഹിക്കുന്ന കരം നിങ്ങളുടെ മക്കളോടൊപ്പം ഉള്ളതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അവരുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങളുമേലും ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കണമേ. മാതാവിനെ പിതാവിനെ സഹായിക്കണമേ. ആരോഗ്യവും ബലവും കൊടുത്ത് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുസരിച്ച് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആയിരിക്കുന്നത് ദൈവകൃപയിലോട്ട് പൊതിയണമേ. ഹല്ലേലൂയ, നിന്റെ മകളുടെ കുടുംബത്തിന്റെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുമേലും ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കുമാറാകണമേ ഞാൻ പ്രാർത്ഥിക്കുന്നേ. ഒരു വർഷത്തിൽ അനേക നന്മകൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. മാതാവിനെ പിതാവിനെ സഹോദരിയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുടുംബമായി കരങ്ങളിൽ തരുന്നു. ദൈവത്തിന് പ്രസാദമുള്ളവരായി പ്രയോജനമുള്ളവരായി ജീവിക്കാൻ കൃപ തരണമേ. ഇന്ന് കർത്താവേ, ഏകാഗ്രതയോടെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പിതാവേ. ദേവദാസൻ പറഞ്ഞ കർത്താവേ, ലോകത്തിന്റെ
മക്കളെ ചെയ്യണമേ. അതുപോലെ അനവധി മക്കളുണ്ട് കർത്താവേ. ദൈവമേ ജയിലിലായിരിക്കുന്ന അനവധി മക്കളുണ്ട് കർത്താവേ. മിഷണറീസിനെ എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രഘോഷിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. കൃപയിൽ എല്ലാവരെയും താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ഞായറാഴ്ച ദിവസം വീണ്ടും ഞങ്ങൾ ദൈവസന്നിധിയോട് അടുത്തു വരുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കൃപ പ്രാപിക്കുവാൻ, ദൈവിക സന്തോഷം അനുഭവിക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, കർത്താവിന്റെ തിരു സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 2-3 പേർ ദൈവത്തിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള വാഗ്ദത്തത്തെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ, ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ ജനങ്ങളെ ഇന്ന് പകൽക്കാലം ഒരു പ്രത്യേകമായ വിധത്തിൽ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ആത്മീയ അനുഗ്രഹങ്ങളാലും നിറച്ച് ഹൃദയത്തിൽ സന്തോഷവും സമാധാനത്താലും നിറയപ്പെട്ടവരായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ശാരീരികമായ ബലഹീനതകളോട് ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം ദൈവത്തിന്റെ സൗഖ്യം പ്രാപിക്കുവാൻ അവിടുന്ന് കരം തൊട്ട് ഓരോ വ്യക്തി ജീവിതത്തെയും കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ സന്തോഷവും സമാധാനവും ഉള്ളത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. ഈ ആരാധനയുടെ ആരംഭം കൊണ്ട് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് പാടി സന്തോഷിക്കുവാൻ ദൈവം സഹായിക്കണമേ. ദൈവസന്നിധിയിൽ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളെ പകരുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകണമെന്ന് ഞങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ളതായ ജ്ഞാനമെല്ലാം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കർത്താവെ പ്രയോജനകരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കായും സ്തോത്രം. കർത്താവെ, അനേകർ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ ദൈവം വഴികളെ ഒരുക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ആശിഷ് അലക്സാണ്ടർ പറഞ്ഞ ആ ഉത്തരേന്ത്യയിലെ വിഷയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല ദൈവദാസന്മാർ കർത്താവെ പലതരത്തിലുള്ള വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളിൽ കൂടി കാര്യങ്ങളിൽ കൂടി ജയിലറകളിലും മറ്റുമായിരിക്കുന്നവരെ കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സകലതും സാധ്യമായിരിക്കുന്നു. സ്തോത്രം. സകലമാനവും മഹത്വവും ഞങ്ങൾ ദൈവത്തിന് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ. Justin is going to lead us in some songs. Amen. Praise the Lord. Since this is like Christmas week, I decided to pick a few Christmas hymns to sing. Oh, come all ye faithful, joyful and triumphant. Oh, come ye to Bethlehem. Come and behold him, born the King of angels. Oh, come, let us adore him. Oh, come, let us adore him. Oh, come, let us adore him, Christ the Lord. Sing, choirs of angels, sing in exaltation. Sing, all ye citizens of heaven above. Glory to God, all glory in the highest. Oh, come, let us adore him. Oh, come, let us adore him. Oh, come, let us adore him, Christ the Lord. Oh, come, let us adore him. Oh, come, let us adore him. Oh, come, let us adore him, Christ the Lord. Oh, come, all ye faithful, joyful and triumphant. Oh, come.
Emmanuel shall come to thee, O Israel. Rejoice, rejoice, Emmanuel shall come to thee, O Israel. O come, thou rod of Jesse, free thine own from Satan's tyranny. From depths of hell thy people save, and give them victory o'er the grave. Rejoice, rejoice, Emmanuel shall come to thee, O Israel. Rejoice, rejoice, Emmanuel shall come to thee, O Israel. O come, thou Lord of might, who to thy tribes on Sinai's height in ancient times didst give the law, in cloud and majesty and awe. Rejoice, rejoice, Emmanuel shall come to thee, O Israel. Rejoice, rejoice, Emmanuel shall come to thee, O Israel. O come, Emmanuel, and ransom captive Israel that mourns in lowly exile here, until the Son of God appear. Rejoice, rejoice, Emmanuel shall come to thee, O Israel. Rejoice, rejoice, Emmanuel shall come to thee, O Israel. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ഇന്ന് പകൽ നാം പാടിയതുപോലെ യേശു ക്രിസ്തുവിന്റെ ജനനം നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റം വരുത്തിയ യേശുവിന്റെ ജീവിതത്തെ നമുക്ക് ഓർക്കാം. ഈ ലോകം മുഴുവനും ക്രിസ്മസിന്റെ ആഘോഷങ്ങളാൽ പല തരത്തിലുള്ള സെലിബ്രേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവ് ജനിച്ചതുകൊണ്ട് നമുക്ക് സ്വർഗരാജ്യം അവകാശപ്പെടുവാൻ
സാധിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അംഗങ്ങളായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ആ ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ആരാധനയ്ക്ക് മുൻപായി, സങ്കീർത്തനം വായിക്കുന്നതിന് മുൻപായി രണ്ടുപേർക്കും കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള സമയമെടുക്കാം. ഈ സമയത്ത് ആരാധന അനുഗ്രഹത്തിന് വേണ്ടി രണ്ടുപേർക്ക് കൂടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Jesus. Praise you, God. We thank you, Lord. We worship you, Jesus. We praise the name of God. We praise your name. Hallelujah. Thank you, Lord. Thank you, Jesus. Glory, 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 glory. Yes, Lord. Praise the name of Jesus. Praise the Hallelujah. Thank you, Lord. Thank you. Hallelujah. 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 Thank you. Thank you. Thank you, Jesus. Praise you, God. Glory, 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 glory. Praise the name of Jesus.
മഹത്വത്തിനായി ചെയ്യുവാൻ സകലവും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം മാനമത്വം നീ തരുന്നു. സകലവഴിക്കായി നാമത്തിൽ അപേക്ഷിക്കുന്നു. Hallelujah, hallelujah. Praise you, Jesus. Praise you, Jesus. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 25-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കും. Psalm 25, 25-ാമത്തെ സങ്കീർത്തനം. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുത്. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുത്. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴിക്ക് കാണിക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവും ആകുന്നു. യഹോവ ഭക്തനായ പുരുഷനാ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. യഹോവയുടെ സഹിതം അവന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏകാകിയും അരിഷ്ടനും ആകുന്നു. എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എന്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ. നിന്നെ ശരണമാക്കിയിരിക്കാൻ ഞാൻ ലജ്ജിച്ചു പോകരുത്. അവസാനം വാക്യം ചേർന്ന് വായിക്കും. ദൈവമേ, ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. ഹല്ലേലൂയ. നാം ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് നാം ലജ്ജിച്ചു പോകുവാൻ നാം പോകേണ്ടുന്ന പാത അവൻ നമുക്ക് കാണിച്ചു. അവൻ നമ്മെ എത്രത്തോളം കരം പിടിച്ച് നടന്നു. He was leading us on his path. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ, ബലത്തോടെ, ജീവനോടെ ഈ വർഷത്തിന്റെ അവസാന സമയങ്ങളിലും ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. We thank you, Lord, for your grace and for your mercy and how you led us in the past year. We glorify your name, and I pray that you continue to bless each and every one of us. In Jesus' name I pray. Amen. Please be seated. So, like I mentioned earlier, we are very close to the end of this year. Just one more week left, and then we will have to enter into a brand new year. It is the Lord's mercy that brought us so far. Not our own strength, not our own might, but it is by the power of God that we are here at this time. So many events have happened in this world, but the Lord protected all of us. And today we thank God for that. So, as I mentioned earlier, Brother Ashish Alexander sent me a message about his cousin, and his name is Saji. And he is in North India, and he was persecuted by some authorities. I think he was in prison, and we continue to pray for that. Even not only here in this church, even out the church service.
this week we had a birthday in our church. Brother Sadi had celebrated a birthday. When I saw his name in my list because I saw it on the Facebook, and I thank God for him because when we think about what he had gone through in his life and seeing him sitting there makes me very happy. And it is the hand of God. It is the work of God that the Lord is allowing him to enter into a normal life, a life without limitations. And I wish him a very happy birthday, and also we continue to pray for you. And Pastor John Thomas is in India, and I talked to him once this week, and he is doing well, and we thank you for your prayers for him. And with that, we will take the offering. Sister Bindu, are you singing? You will sing? O holy night, the stars are brightly shining. It is the night of our dear Savior's birth. Long lay the world in sin and error pining, till he appeared and the soul felt its worth. A thrill of hope, the weary world rejoices, for yonder breaks a new and glorious morn. Fall on your knees, oh, hear the angel voices, oh, night divine, oh, night when Christ was born. Oh, night divine, oh, night when Christ was born. Led by the light of faith serenely beaming, with glowing hearts by his cradle we stand. So led by light of a star sweetly gleaming, here came the wise men from Orient land. The King of Kings lay thus in lowly manger, in all our trials, born to be our friend. Fall on your knees, oh, hear the angel voices, oh, night divine, oh, night when Christ was born. Oh, night divine, oh, night when Christ was born. Truly he taught us to love another. His law is love, and his gospel is peace. Chains shall he break, for his child is our brother, and in his name all oppression shall cease. Let all within us praise
praise his name forever. Fall on your knees. Oh, hear the angel voices. Oh, night divine, oh, night when Christ was born. Oh, night divine, oh, when Christ was born. Hallelujah. Hallelujah. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, ഞങ്ങളുടെ രോഗങ്ങളെ മാറ്റുവാൻ, ഞങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുവാൻ കർത്താവ് തന്റെ പുത്രനെ കാൽവരി ക്രൂശിൽ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവ സ്നേഹത്തെ ഞങ്ങൾ ഇന്ന് രാവിലെ സമയം ഓർക്കുന്നു. നീ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. കർത്താവ്, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ വീണ്ടും കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഹൃദയങ്ങളിലെയും ആഗ്രഹങ്ങളും താല്പര്യങ്ങൾ ഇന്ന് രാവിലെ സമയം സ്വർഗത്തിലെ ദൈവം മാനിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഈ ഭവനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയാച്ചായനെയും അമ്മച്ചിയെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ വാർദ്ധക്യ സമയങ്ങളിൽ അവർ ആരോഗ്യത്തോടും ബലത്തോടും ദൈവത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുവാൻ ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയാൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമ്മച്ചയെ കർത്താവ് പ്രത്യേകമായി സഹായിക്കണമേ. ഈ സമയങ്ങളിൽ ആവശ്യമായിട്ടുള്ള ദൈവ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രിയ സജിബ്രദറിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഒരു പുതിയ വർഷം കൂടി എന്റെ മകന്റെ ജീവിതത്തിൽ കർത്താവ് ദാനം ചെയ്തുകൊണ്ട് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ദീർഘവർഷങ്ങൾ എന്റെ ദാസൻ ശാരീരികമായ ബലഹീനതകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു. കർത്താവെ, ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് വിശ്വാസത്തോടുകൂടി സഭയായി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ കരസ്പർശനത്താൽ നിന്റെ മകൻ പൂർണ്ണാരോഗ്യം പ്രാപിക്കുവാൻ കർത്താവെ യാതൊരു ബലഹീനതകളും ഇല്ലാതെ ഈ അടുത്ത വർഷക്കാലം ആരോഗ്യത്തോട് ബലത്തോടുകൂടി ജീവിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ. പ്രിയ ബിന്ദു സിസ്റ്ററിനെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ദാസിയുടെ എല്ലാ കാര്യങ്ങളിലും, ബിസിനസ് കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും എല്ലാം ദൈവത്തിന്റെ കൃപയുണ്ടാകണം. ദൈവം സഹായിക്കണം. വാതിലുകളെ കർത്താവ് തുറക്കണം. എല്ലാ വാതിലുകളെയും കർത്താവ് വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ചെറിയ പ്രായത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും കർത്താവ് കൊടുത്തിരിക്കുന്ന എല്ലാ വിധമായ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കുമായും സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ അവിടുന്ന് നിറച്ചു കൊള്ളണമേ. അനേകർക്ക് പ്രയോജനമുള്ള ഒരു പൈതലായി കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് പകൽക്കാലം പ്രിയാനി സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രസാദ് ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ കൃപയാൽ അവരെ നിറച്ച് അവരുടെ ആഗ്രഹങ്ങളെ താല്പര്യങ്ങളെ എല്ലാം സ്വർഗ്ഗത്തിലെ ദൈവം സാധിപ്പിച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വിൽസൺ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിന്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്കും ദൈവം അവർക്ക് ചെയ്യുന്ന വിവിധങ്ങളായ ഉപകാരങ്ങൾക്കും ദൈവത്തിന് വേണ്ടി അവർ ചെയ്യുന്ന പ്രവർത്തികൾക്കും എല്ലാം കർത്താവേ, ഞങ്ങൾ ഇന്ന് കാലം ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ മക്കളുടെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങൾ അവരുടെ ഹൃദയങ്ങളിലുണ്ടോ, എന്തെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടോ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സകലവിധമായ പ്രാർത്ഥനാ വിഷയങ്ങളുടെയും മധ്യത്തിൽ ദൈവം പ്രവർത്തിച്ച് ഓരോ വിഷയത്തിനും ദൈവം ഉത്തരം നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മിനിസിസ്റ്ററിനെ ഞങ്ങൾ ഓർക്കുന്നു. പ്രിയാമ്മച്ചിയെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരെ ദൈവത്തിന്റെ കൃപയാൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. പ്രിയ
ആഷ്ലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന എല്ലാ നന്മകൾക്കായും സ്തോത്രം. കുടുംബത്തെ അവിടുന്ന് പൂർവാധികം അനുഗ്രഹിക്കണമേ. അവരുടെ ആഗ്രഹങ്ങളെയൊക്കെ ദൈവം സാധിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ പാട്ടുകൾ പാടുവാൻ ദൈവത്തിന്റെ മകനെ ശക്തീകരിച്ചത് കൊണ്ട് ബലപ്പെടുത്തുന്നു. ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ അമിതമായ കൃപകളാൽ നിറയ്ക്കണമേ. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന്റെ ഭാവി അവിടെ ഐശ്വര്യമാക്കി തീർക്കണമേ. വിദ്യാഭ്യാസത്തിൽ ദൈവം സഹായിക്കണമേ. എല്ലാവിധമായ ആഗ്രഹങ്ങളെയും കർത്താവ് സാധിപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന പാസ്റ്റർ ജോൺ തോമസിന്റെ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ കർത്താവ് സഹായിക്കുകയും അവരുടെ വിവിധങ്ങളായ ശുശ്രൂഷകളിൽ കർത്താവ് അവരെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന അനേകം ദൈവദാസന്മാരുണ്ടല്ലോ. കർത്താവ് അവരുടെ പീഡന വേളകളിൽ, അവരുടെ ശോധന സമയങ്ങളിൽ, പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ സ്വർഗത്തിലെ ദൈവം തന്നെ വന്ന് അവരെ സഹായിച്ച് അവർക്ക് ആവശ്യമായ വിടുതൽ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്ന സ്തോത്ര കാഴ്ചയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിലേക്ക് ഔദാര്യമായി നൽകിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകുന്നത് വരെ ഉള്ള സ്വർഗീയ അനുഗ്രഹങ്ങളാൽ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അടിയങ്ങളെയും ദൈവകരങ്ങളിൽ ഒരു പ്രാവശ്യം ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപയിൽ നിറഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണമേ. അവിടുത്തെ ആത്മീയവും ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. തുടർന്ന് ഞങ്ങൾ ദൈവവചനത്തിന് മുൻപാകെ അല്പസമയമായിരിക്കുമ്പോൾ ദൈവം തന്നെ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളോട് ഇടപെടുകയും ചെയ്യണം. അവിടുത്തെ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ ഉത്സാഹിപ്പിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് ശുദ്ധീകരിച്ച് വെടിപ്പാക്കി ദൈവവചനം വിതയ്ക്കപ്പെടുവാൻ നല്ല നിലമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പകൽക്കാലം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Now, Lavina is going to read a scripture from Isaiah chapter 9, verse 6 and 7. Isaiah chapter 9, verse 6 through 7. For to us a child is born, to us a son is given, and the government will be on his shoulders, and he will be called Wonderful Counsel, Mighty God, Everlasting Father, and Prince of Peace. And of the greatness of his government and peace there will be no end. He will reign on David's throne over his kingdom, establishing and upholding it with justice and righteousness from that time on and forever. The zeal of the Lord Almighty will accomplish this. Thank you. May the Lord add his blessing on the reading of the scripture. And today, as you can see, that we were singing Christmas songs. So this message is also related to Christmas. This whole world is celebrating Christmas. In the ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷമുണ്ട്. ഈ വീക്കും അടുത്ത വീക്കും എല്ലാം ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ സാധാരണ പെന്തക്കോസ്തുകാർ അതിനെ ഡിബേറ്റ് ചെയ്ത് അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം യേശു ക്രിസ്തു ജനിച്ചു എന്ന് ഒരു വ്യക്തി ഓർക്കുന്നത് നല്ലതാണ്. അത് ആര് ഓർത്താലും ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. എന്നാൽ ചിലരെ യേശു ക്രിസ്തു 25-ആണോ ജനിച്ചത്, അങ്ങനെയുള്ള ഡിബേറ്റുകൾക്കൊന്നും ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇന്ന് നാം പാടിയതുപോലെ ഓ കം യീ ഫെയ്ത്ത്ഫുൾ ടു ബേത്ലഹേം, ആ സോങ് മുതൽ സൈലന്റ് നൈറ്റ്, അപ്പോൾ യേശു ക്രിസ്തു ജനിച്ച ആ വിഷയത്തെ സംബന്ധിച്ച് we will think a little bit. ഇന്ന് നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ചിന്താ വിഷയം എന്ന് പറയുന്നത് ക്രിസ്മസിന്റെ മെസ്സേജ് എന്താണ്? What is the message of Christmas? That is what we are going to think about. What does Christmas mean to us?
So this verse that we read, I'm going to read that in Malayalam. ഇവിടെ വായിച്ച വാക്യം ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ഈ വാക്യങ്ങൾ വളരെ വിശാലമായി സംസാരിക്കാൻ പര്യാപ്തമായിട്ടുള്ള വാക്യങ്ങളാണ്. അപ്പൊ ഞാൻ ഇതിനെ വാക്യങ്ങളിൽ മുഴുവനും സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. I'm only going to talk about what does Christmas mean to us. ക്രിസ്മസ് കൊണ്ട് എന്താണ് അർത്ഥം, അതിന്റെ മെസ്സേജ്, നമുക്ക് കിട്ടുന്ന ദൂത്, ക്രിസ്മസ് നമുക്ക് നൽകുന്ന ദൂത് എന്താണ്? നമുക്ക് ലോകത്തിലെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നു. They celebrate in different ways. Some send gifts and some send cards, and there is now on when you look Facebook, what you're going to see is all about Christmas greetings and Christmas wish. But when we think about Christmas, it has a different meaning altogether. നമ്മൾ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൂത് അല്പം വ്യത്യസ്തമാണ്. അത് ഒരു എന്റർടൈൻമെന്റിന്റെ ഒരു മെസ്സേജ് അല്ല, അത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങനെയുള്ള ഒരു മെസ്സേജ് അല്ല. ക്രിസ്മസ് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് തരുന്നു. ക്രിസ്മസിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഇതാണ് ഞാൻ സംസാരിക്കുന്നത്. One is hope, the second one is joy, the third one is peace. അപ്പോൾ ക്രിസ്മസിന്റെ മെസ്സേജ്, ക്രിസ്മസ് നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് we have hope. We have hope now. When we say we have hope, that means there was a time when we didn't have hope, and we have joy, and we have peace. So we will think about these 3 things today, and let us see what that means to us. നമ്മൾ ക്രിസ്മസിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്നാമത് നമ്മുടെ മനസ്സിൽ വരുന്നത് ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ ഒരു ദാനം, അത് തന്റെ സ്വന്തം പുത്രൻ. So the Lord God gave the ultimate gift of His Son Jesus Christ to the humanity. അപ്പൊ അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും സാധ്യമാകുന്നത് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് കാൽവറി ക്രൂശിൽ മരിക്കുവാൻ അനുവദിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ക്രിസ്മസിന്റെ ഈ 3 മെസ്സേജ് നമുക്ക് സാധ്യമാകുന്നത്. One is hope, പ്രത്യാശ, സന്തോഷം, സമാധാനം. ഈ 3 കാര്യങ്ങൾ ദൈവം മനുഷ്യവർഗത്തിന് കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം നമുക്ക് ഹോപ്പിനെ കുറിച്ച് ചിന്തിക്കാം. ഹോപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്മസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നു എന്നുള്ള മെസ്സേജ് ഉൽപ്പത്തി പുസ്തകം മുതൽ പഴയ നിയമത്തിലും പല സന്ദർഭങ്ങളിൽ യേശു ഒരു മശീഹയുടെ അവതാരം ഉണ്ടാകുന്നു എന്നുള്ള മെസ്സേജ് വളരെ വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ ചേർത്തിരുന്നു. യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് ഈ ലോകം ഒരു ആത്മീക അന്ധകാരം നിറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു. This world was in a state of spiritual darkness. ആത്മീയമായിട്ടുള്ള അന്ധകാരം. ഇസ്രായേൽ ജനം ഒരു മശീഹയ്ക്ക് വേണ്ടി കാത്തിരുന്നു. കാരണം
അവരെ പല തരത്തിലുള്ള എനിമികളുടെ പല ഒപ്രഷൻ, പല ക്യാപ്റ്റിവിറ്റി, അവരെ എനിമീസിന്റെ ഒപ്രഷനിൽ നിന്നും പാപത്തിൽ നിന്നും അവരെ വിടുവിക്കുവാൻ ഒരു മശീഹ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്താണ് യേശുക്രിസ്തുവിന്റെ ജനനം നടക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ സംഭവിച്ചത് അന്ന് വരെ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് നമ്മൾ വായിച്ച വാക്യം തന്നെ, യെശയ്യാ പ്രവാചകൻ വായിച്ചത് തന്നെ, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, അപ്പോൾ അങ്ങനെ ജനിക്കാൻ പോകുന്ന പ്രവചനങ്ങളും എല്ലാം അതിന്റെ ഒരു പൂർത്തീകരണമാണ്. That is a fulfillment. So the birth of Jesus Christ is the fulfillment of the Old Testament prophecy. That is the Old Testament prophecy. ഞാൻ പറഞ്ഞല്ലോ, ഈ ആത്മീയ അന്ധകാരത്തിലാണ് ആ സമയങ്ങളിൽ ജനമായിരുന്നത്. അപ്പൊ അതുകൊണ്ട് യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആത്മീയ അന്ധകാരത്തിൽ ഇരുന്ന ജനം യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ ആ ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ, the people who walked in darkness have seen a great light, and those who dwelt in the land of the shadow of death. അപ്പം അന്ധതമസ് എന്ന മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് they were in the land of the shadow of death. മരണത്തിന്റെ അധീനതയിൽ ഇരുന്നവർക്കും അവർക്ക് പ്രകാശം ലഭിച്ചു. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്, മരണത്തിന്റെ അധീനതയിൽ ഇരുന്നവരുടെ മേൽ ദൈവത്തിന്റെ പ്രകാശം ശോഭിച്ചു. അപ്പോൾ ആത്മീയമായ അന്ധകാരത്തെ നീക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ക്രിസ്മസിൽ സംഭവിച്ചത്. അതാണ് അവിടെ നമുക്ക് ഹോപ്പാണ് ലഭിക്കുന്നത്. ഇവിടെ മരണത്തിന്റെ താഴ്വരയിൽ, മരണത്തിന്റെ അധീനതയിലായിരുന്ന ജനത്തെ വിടുവിക്കുന്ന, അവർക്കൊരു ഹോപ്പ് ലഭിക്കുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തി യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ സംഭവിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ആൻഡ് അവിടെ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച ഒരു പ്രവചനമാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് അവന് യേശു എന്ന പേർ ഇടണം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ ഉൽപ്പത്തി പുസ്തകം മുതൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ യേശു ക്രിസ്തുവിന്റെ ജനനം നടക്കുന്ന സമയത്ത് ദൂതന്മാരുടെ ഇടപെടലുകൾ ഉണ്ടാകും. ദൂതന്മാർ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ ലോകത്തിൽ ജനിക്കുന്നതിന് ദൈവത്തിന്റെ ഇടപെടലുകൾ, God intervened and God is giving instructions and God is making sure that all these things are happening and it is coming to a fulfillment. അപ്പോൾ ക്രിസ്മസിൽ നമ്മൾ ഒന്നാമത് കാണുന്നത് എന്താണ്? The fulfillment of Old Testament prophecies in Jesus Christ. ദൈവം എന്താണ് നമുക്ക് ഈ ഫുൾഫിൽമെന്റ് ചെയ്തത്? ഒന്നാമത് യേശു ക്രിസ്തു നമ്മുടെ രക്ഷകൻ ആണ് എന്നുള്ള പ്രോമിസ്. യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കും എന്നുള്ള പ്രോമിസ്. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുന്നതാണ്, സ്ത്രീയുടെ സന്തതി തല തകർക്കും. അപ്പോൾ പാപത്തിന്റെ അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരു സാൽവേഷൻ, ഒരു സേവിയറിനെയാണ് പഴയ നിയമം പ്രോമിസ് ചെയ്തിരുന്നത്. അപ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ അതിന്റെ അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ഫുൾഫിൽമെന്റ് നടക്കുകയാണ്.
നിത്യമായ അന്ധകാരത്തിലിരുന്ന ജനം ഒരു വെളിച്ചം കണ്ടു. അതുപോലെ തന്നെ ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ച മശീഹ അവർക്ക് ലഭിച്ചു. അപ്പോൾ for centuries the people of Israel were waiting for the savior. പക്ഷെ അവര് പ്രതീക്ഷിച്ച നിലയിലുള്ള ഒരു സേവിയർ അല്ല വന്നത്. നമുക്ക് യേശു ക്രിസ്തു അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ പിടിച്ച് രാജാവാക്കാൻ നോക്കിയില്ലേ? ഒരു യേശു ക്രിസ്തുവിന്റെ ആ കഴിവും യേശു ക്രിസ്തുവിൽ കൂടി നടക്കുന്ന അത്ഭുത പ്രവർത്തികളും കണ്ടപ്പോൾ they were expecting a different kind of Messiah. They were not expecting a Messiah who come and tell you in order if you want to become great you have to do the least. അങ്ങനെയുള്ള ഒരു മസായ അല്ല അവർ പ്രതീക്ഷിച്ചത്. അവര് വിചാരിച്ചത് ഒരു പൊളിറ്റിക്കൽ പവർഫുൾ പേഴ്സൺ, അവരുടെ ശിംശോനെ പോലെയൊക്കെ ഉള്ള ശത്രുവിനെ നിഗ്രഹിച്ച് അവരുടെ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റി അവരുടെ ശത്രുക്കളിൽ നിന്ന് വിടുതൽ കിട്ടി അവർക്കൊരു സ്വസ്ഥത വരുത്തി കൊടുക്കുന്ന, അപ്പം അങ്ങനെയുള്ള ഒരു മശീഹ അല്ല വന്നത്. ഇവിടെ വന്ന മശീഹ എന്ന് പറയുമ്പോൾ ആ മശീഹയുടെ മിഷൻ വേറെയാണ്. ആ മശീഹ ഇവിടെ വന്നത് he came to give hope to all people, not only to Israel. ഇസ്രായേൽ വിചാരിച്ചത് ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മശീഹ, ഒരു സേവിയർ. But this Messiah came not only to bring the benefit of salvation to the Israel but to all people. ഇസ്രായേലിന് വേണ്ടി മാത്രം രക്ഷ കൊടുക്കുവാനല്ല യേശു ലോകത്തിൽ വന്നത്. ലോകത്തിന് മുഴുവനും, ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും, ഏത് സാഹചര്യങ്ങളിൽ ഉള്ള വ്യക്തിയായിരുന്നാലും, വിവിധങ്ങളായ അവസ്ഥകളിൽ, നാഷണാലിറ്റി, ഏത് കളർ ഉള്ള വ്യക്തിയായിരുന്നാലും, ഏത് പാപത്തിന്റെ ഏത് അറ്റം വരെ പോയ വ്യക്തിയായിരുന്നാലും, ഏത് തരത്തിലുള്ള വ്യക്തിയായിരുന്നാലും, എല്ലാവരെയും യേശു ക്രിസ്തു സ്വീകരിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ പാവങ്ങളെ മായ്ച്ചു കളയുന്ന, യേശു ക്രിസ്തു അവരെ രക്ഷിച്ച് നിത്യ ജീവിതം നൽകി അവരെ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി തീർക്കുന്ന ആ ഒരു മശീഹയാണ് ഈ ലോകത്തിൽ വന്നത്. അവിടെ നമ്മൾ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ഒന്നുകൂടെ വായിക്കുകയാണ്. 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. അതിനാണ് യേശു വന്നത്, ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ. പൊളിറ്റിക്കൽ ബാറ്റിൽ ചെയ്യാനല്ല, രാഷ്ട്രീയമായിട്ടുള്ള ഓഫീസിൽ റൺ ചെയ്ത് പ്രസിഡന്റ് ആകാനായിട്ടല്ല. യേശു ക്രിസ്തു വന്നത് ദൈവത്തെയും ജനത്തെയും തമ്മിൽ അകറ്റിയ പാപം, ദൈവത്തെയും തന്റെ ജനത്തെയും തമ്മിൽ അടുത്തു വരുവാൻ പറ്റാത്ത നിലയിൽ വലിയ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയത് എന്താണ്? പാപമാണ്. ആ പാപത്തെ അകറ്റുവാനാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. നമുക്കിതെല്ലാം അറിയാവുന്ന വിഷയങ്ങളാണ്. പക്ഷെ എന്നാൽ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മളിത് ഒന്നുകൂടി ചിന്തിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപം ക്ഷമിക്കുവാൻ വന്നു. നമ്മൾ ഓർക്കണം, നമുക്ക് നമ്മുടെ പാപം ക്ഷമിച്ച് കിട്ടാനായിട്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല. നമ്മൾ മറ്റ് മതസ്ഥർ വിചാരിക്കുന്നത് പുണ്യപ്രവർത്തികൾ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളിലുള്ള സന്ദർശനം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി അവരുടെ പാപത്തിന് പരിഹാരം വരുത്താം എന്ന് വിചാരിക്കുന്നവരാണ്. ചിലര് കുറച്ച് കഠിനമായിട്ടുള്ള തങ്ങളെ തന്നെ ഉപദ്രവിച്ച് പിന്നെ മലയൊക്കെ കയറി മാലയൊക്കെ ഇട്ട് അങ്ങനെ പോയി രക്ഷ നേടാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. പല തരത്തിൽ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. രക്ഷ എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. നമ്മൾ രക്ഷിക്കപ്പെടണം എന്നുള്ളത് നമ്മുടെ താല്പര്യമാണ്. നമ്മൾ ശിക്ഷാവിധിയിൽ അകപ്പെടരുത് എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മൾ സ്വർഗരാജ്യത്തിൽ പോകണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അപ്പൊ അതിനാകെയുള്ള മാർഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഞാൻ ഒരു ആഴ്ചയിൽ പറഞ്ഞു,
ക്രിസ്തു മാത്രമേ രക്ഷകനായിട്ടുള്ളൂ. പക്ഷെ ഇന്നത്തെ ലോകം അത് അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെങ്കിൽ അങ്ങനെ പ്രസംഗിക്കുന്നവരെ തടവിലാക്കാനും ശിക്ഷിക്കാനും ഒക്കെ നിയമങ്ങൾ കണ്ടെന്നിരിക്കും. എന്നാൽ യേശു ക്രിസ്തു മാത്രമാണ് ലോകരക്ഷകൻ. എന്താണ് അതിൻ്റെ ഒരു കാരണം? എന്താണ്? ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്ന ആള് ജനിക്കുന്നു എന്ന് ആ ആള് ജനിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് വിവിധ സ്ഥലങ്ങളിൽ പല പ്രവാചകന്മാർ ആ ആളിനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് ഏത് സ്ഥലത്ത് ജനിക്കുന്നു, എങ്ങനെ ജനിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. അതുപോലെ തന്നെ ഈ യേശുവിന്റെ ജനനത്തിന് മുൻപ് അതിനോട് ഇൻവോൾവ് ചെയ്ത എല്ലാ വ്യക്തികളോടും ദൈവത്തിന്റെ ദൂതന്മാർ ഇടപെട്ട് ഇന്നത് സംഭവിക്കുന്നു, ഇന്ന പേര് വിളിക്കണം എന്ന് ഇത്രയും വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന വേറെ ഒരു പുരുഷനും ലോകത്തിലില്ല, വേറെ ഒരു വ്യക്തിയും ഈ ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ഒരു യുണീക്ക് ആയിട്ടുള്ള വ്യക്തിയാണ്. ഈസ് വെരി യുണീക്ക് ആൻഡ് ഹി ഈസ് ദ ഓൺലി വൺ ഹു ഈസ് യുണീക്ക്. അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തുവിന് മാത്രമേ പാപത്തെ ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തു പാപത്തെ ക്ഷമിക്കാനാണ് ലോകത്തിൽ വന്നത്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് മാത്രം പാപത്തെ ക്ഷമിക്കാൻ കഴിയുന്നത്? പാപി ആയ ഒരു വ്യക്തിക്ക് പാപത്തെ ക്ഷമിക്കാൻ കഴിയത്തില്ല. അപ്പൊ പാപിയായിട്ടുള്ള ഒരു വ്യക്തി വേറെ ഒരു പാപിയുടെ പാപത്തെ ക്ഷമിക്കാൻ കഴിയത്തില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള സാക്ഷ്യം എന്താണ്? ഇവനിൽ ഒരു പാപവും ഇല്ല, ഇവൻ നീതിമാനാണ്, ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അപ്പം സാത്താന്, മനുഷ്യർ, യേശുവിനെ ട്രൈ ചെയ്തവര് എല്ലാവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതുപോലെ വേറൊരു വ്യക്തിയില്ല, ഇവൻ ദൈവത്തിന്റെ കുഞ്ഞാണ്, ഇവനെ പോലെ പരിശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയില്ല. അവൻ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. കാരണം അവൻ പരിശുദ്ധനാണ്, അവനിൽ പാപമില്ല. ആദാമ്യ പാപവും നമ്മളിൽ ആദാമ്യ പാപമുണ്ട്, പക്ഷെങ്കിൽ യേശു ക്രിസ്തുവിൽ ആദാമ്യ പാപം ഇല്ല. അതൊരു തിയോളജിയാണ്. അപ്പൊ അത് യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ കഴിയൂ. അപ്പൊ യേശു ക്രിസ്തു വന്നപ്പോൾ ഒന്ന്, അത് പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. രണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരു പ്രത്യാശ, ഒരു ഹോപ്പ് കൊണ്ടുവന്നു. ഇനിയും അത് ഒരു ജനറലായിട്ടുള്ള ഒരു ഹോപ്പല്ല, അതൊരു പേഴ്സണൽ ഹോപ്പ് കൂടെയാണ്. അത് എല്ലാവരുടെയും ഹോപ്പാണ്, പക്ഷേ അത് പ്രത്യേകിച്ച് എൻ്റെ ഹോപ്പാണ്. ഇറ്റ് ഈസ് മൈ ഹോപ്പ്. അപ്പോൾ നമുക്ക് ലോകത്തെ മുഴുവനും ദൈവം സ്നേഹിച്ചു, ലോകത്തെ ദൈവം നേടാനായിട്ട് ദൈവം പ്രവർത്തിച്ചു. എന്നാൽ അതിൽ കൂടി ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഒരു ഹോപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഞാൻ അതിനെ എംഫസൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ലോകത്തെ മുഴുവനും ദൈവം സ്നേഹിച്ചു, ലോകത്തെ മുഴുവനും രക്ഷിച്ചു, നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നാൽ ശരിയാകത്തില്ല. ആ രക്ഷ നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? യേശു എന്റെ രക്ഷകനായി തീർന്നോ? യേശു എന്റെ പാപം ക്ഷമിച്ചോ? അപ്പോൾ നമ്മൾ ജനറലായിട്ട് ദൈവം എന്തെല്ലാം ചെയ്തു എന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷെ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് അതിപ്രധാനമായിട്ടുള്ള കാര്യം. That is most important. നമ്മൾ 1 പത്രോസ് 1-3 വാക്യം വായിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ കരുണ നമ്മെ ജീവനുള്ള പ്രത്യാശയാൽ നിറച്ചിരിക്കുന്നു. അതൊരു ഇൻഡിവിജ്വലാണ്. ദാറ്റ് ഇസ് ആൻ ഇൻഡിവിജ്വൽ ഹോപ്പ്.
നമുക്ക് മറ്റുള്ളവർക്ക് ഹോപ്പ് ഉണ്ട്. അതുപോലെ നമുക്ക് വ്യക്തിപരമായിട്ട് the Lord has given us hope. നമുക്ക് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുമ്പോൾ ദൈവം നമുക്ക് വലിയ ഒരു പ്രത്യാശ വെച്ചിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ക്രിസ്മസിന്റെ മെസ്സേജിന്റെ ഒരു ഭാഗം, ഹോപ്പ്, പ്രത്യാശ. The second thing is joy. ദൈവം നമുക്ക് ജോയ് തന്നിട്ടുണ്ട്. നമുക്ക് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സമാധാനം, ജോയ്, അത് ഒരു പ്രത്യേക തരത്തിലുള്ള ജോയ്. ഐ വോണ്ട് യൂസ് ദി വേർഡ് ജോയ്. ഇതൊരു സൂപ്പർഫിഷ്യൽ ജോയ് അല്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. നമുക്ക് വിവിധ സാഹചര്യങ്ങളെ കുറിച്ച് അറിയാം, വിവിധ തരത്തിലുള്ള ജീവിത രീതികളെ കുറിച്ച് അറിയാം. പല ജീവിത രീതികളിൽ ഉള്ളവർക്ക് ചിലപ്പം അവർ സമാധാനം അഭിനയിച്ച് കാണിക്കും. അവർക്ക് ഉള്ളിൽ നീറി പുകഞ്ഞിരിക്കുമ്പോഴും ചിലപ്പോൾ ചില ആളുകൾ സന്തോഷമുണ്ട് സ്മൈൽ ചെയ്തൊക്കെ കാണിക്കും. നമുക്ക് ഈ വലിയ സമ്പന്നന്മാർ, നമ്മൾ വിചാരിക്കും സമ്പന്നന്മാരായി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും സന്തോഷമാണ്, അല്ലെങ്കിൽ ഓരോ പദവികൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും സന്തോഷമാണ്. നമുക്ക് ഈ ലോകത്തിൽ നടന്നിട്ടുള്ള പല പ്രസിദ്ധന്മാരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ ജീവിതം നോക്കുമ്പോൾ അവയൊന്നും വാസ്തവത്തിൽ ഒരു ശാശ്വതമായ ജോയ് അവർക്ക് കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. എത്രയോ ആളുകൾ, എന്നാരുടെയും പേരൊന്നും പറയുന്നില്ല, എത്രയോ ആളുകൾ, പ്രസിദ്ധന്മാരായ കലാകാരന്മാർ, ആക്ടേഴ്സ്, മറ്റ് വിവിധ തുറകളിൽ പ്രസിദ്ധരായിരുന്നവർ, വളരെ പണക്കാരായിരുന്നവർ, സമ്പന്നരായിരുന്നവർ, ലോകം അറിയപ്പെട്ടവർ, അവരെല്ലാം ഒരു നിമിഷം കൊണ്ട് അവരുടെ ജീവിതത്തെ അവസാനിപ്പിച്ചു. കാരണം താൽക്കാലികമായി അവർക്ക് സന്തോഷം കൊടുക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് സമാധാനം കൊടുത്തില്ല. അവരുടെ ജീവിതം നിരാശയാൽ നിറഞ്ഞിരുന്നു. അപ്പൊ അവര് കാണിച്ച ജോയ് ഒരു സൂപ്പർഫിഷ്യൽ ജോയാണ്. ഒരു സൂപ്പർഫിഷ്യൽ ജോയ് ഇല്ലാതിരിക്കുന്ന സമയത്ത് എനിക്ക് ജോയ് ഉണ്ട് എന്ന് പ്രദർശിപ്പിക്കുന്ന ഒരു സൂപ്പർഫിഷ്യൽ ജോയ് ആണ് ലോകം നമുക്ക് തരുന്നത്. എന്നാൽ ദൈവം ഒരു ജോയ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അതങ്ങ് ഡീപ്പാണ്. ദാറ്റ് ഈസ് വെരി ഡീപ്പ് ആൻഡ് ഇറ്റേണൽ ജോയ്. അത് എന്തുകൊണ്ടാണ് അത് ഡീപ്പ് ആൻഡ് ഇറ്റേണൽ ആയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ സത്യത്തിൽ അധിഷ്ഠിതമാണ്, ദൈവവചനത്തിൽ അത് അധിഷ്ഠിതമാണ്. അപ്പോൾ ദൈവവചനപ്രകാരം ലഭിക്കുന്ന ജോയ് ഇറ്റ് ലാസ്റ്റ്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ ചെയ്യാതെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്, അല്ലേ? ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്തുകൂടാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നില്ല. ദാറ്റ് ക്രിയേറ്റ്സ് ജോയ്. ഇപ്പൊ നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രാഗൽഭ്യം പോകും, മറ്റുള്ള മനുഷ്യരുടെ മുൻപായുള്ള പ്രാഗൽഭ്യം പോകും. നമ്മളെപ്പോഴും തെറ്റുകാരനാണ്, കുറ്റക്കാരനാണെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ അധിഷ്ഠിതമാണ് ദൈവം തരുന്ന ജോയ്. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ശാശ്വതമായ, ഈ ഹൃദയത്തിന്റെ ആഴത്തിൽ പ്രവർത്തിക്കുന്ന നിത്യമായ ഈ സമാധാനം ലഭിക്കാനായിട്ട് കഴിയുള്ളൂ. അതാണ് ഒരു കാര്യം. ഒന്നാമത്, ഇറ്റ് ഈസ് സെൻറ്റേർഡ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. അതുപോലെ തന്നെ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചത് കൊണ്ടാണ് നമുക്ക് ഈ സമാധാനം, ഈ ജോയ് ലഭിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ ഈ ക്രൂശ് മരണം അതിന്റെ ഒരു പ്രധാന ഭാഗമാണ്. നമ്മുടെ പാവങ്ങളെല്ലാം അങ്ങ് പോയി, നമ്മളെ ആഴ്ത്തി കളയുന്ന, നമ്മളെ വീഴ്ത്തുന്ന പാപവും അതിന്റെ ഭാരവും എല്ലാം ദൈവം മാറ്റി. Then what happens? Joy comes. Joy comes. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരും. Joy will come. കാരണം നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ മാറി കഴിയുമ്പോൾ പിന്നെ അവിടെ വരുന്നത് ജോയാണ്, സന്തോഷമാണ്. ഇപ്പൊ ഇവിടെ ഈ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുട്ടാണ്. നമ്മൾ വന്ന ഒരു ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പ്രകാശം, ഇരുട്ടിനെ കാണാനില്ല.
എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്തോഷം, ഈ ജോയ് കടന്നു വരുന്നത്. ഒന്ന്, കർത്താവിൻ്റെ കാൽമുറി മരണം. രണ്ട്, ദൈവത്തിൻ്റെ വചനം നമ്മിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈ സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു വലിയ അനൗൺസ്മെന്റ് ആണ് ദൂതന്മാർ ചെയ്യുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കും. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ തന്നെ ഒരു മഹാസന്തോഷത്തിന്റെ വിളംബരമാണ് നാം കാണുന്നത്. മഹാസന്തോഷത്തിന്റെ ഒരു വിളംബരം. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾ ദുഃഖിക്കാനുള്ളവരല്ല, നിങ്ങൾ സന്തോഷിക്കാനുള്ളവരാണ്. യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ ഈ സന്തോഷത്തിന്റെ ഒരു വിളംബരമാണ്. സന്തോഷത്തിന്റെ ഒരു വിളംബരമാണ്. ലോകത്തിൽ നമുക്ക് സമാധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ട് എന്നും പറയാം, ഇല്ല എന്ന് പറയാം. ചിലർക്ക് സമാധാനം ഉണ്ടാകാം, പക്ഷെങ്കിൽ ലോകത്തിന്റെ സമാധാനം താൽക്കാലികമാണ്. വിവിധ തരത്തിലുള്ള സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സമാധാനത്തിനൊക്കെ മാറ്റം വരും. നമ്മുടെ ജീവിതം വളരെ സുഖകരമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമ്പോൾ നമ്മുടെ സമാധാനമെല്ലാം മാറി. എന്നാൽ യേശുക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നത്, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. പൂർണ്ണമായ ഒരു സന്തോഷം, എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല, ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പൊ ലോകത്തിന്റെ സന്തോഷങ്ങളും സമാധാനങ്ങളും മാറി. അപ്പൊ ദൈവമക്കൾ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി പോകുമ്പോൾ അവർ വിഷമിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, അവർ വിഷമിക്കാം. പക്ഷേങ്കിൽ അവർ വിഷമിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ മുൻപോട്ട് നയിക്കുന്ന ഒരു പ്രത്യാശ അവരെ ഭരിക്കുന്നു. അവരെ ഒരു നിമിഷം അവർ വിഷമിച്ചാലും അടുത്ത നിമിഷം യേശുവിനെ നോക്കി അവർ യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിനെ സ്തുതിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ അവർക്ക് സാധിക്കും. അപ്പൊ അത് ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത് കൊണ്ടാണ്. ഈ ലോകത്ത് നമുക്ക് ഒരുപാട് ട്രയൽസ്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. അതൊന്നും നമ്മെ തളർത്തുന്നില്ല. കാരണം തളർത്തത്തില്ല എന്ന് ഞാൻ പറയുന്നത് ഉറപ്പിച്ചെന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വിശ്വാസം ദൈവത്തിന്റെ വചനത്തിലാണ്. ദൈവത്തിന്റെ വചനത്തിൽ ആഴമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസം, എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്, എനിക്കൊന്നും ഭാരപ്പെടാനായിട്ടില്ല. എനിക്ക് നല്ലത് വന്നാലും തീയത് വന്നാലും എല്ലാം ദൈവത്തിന്റെ അറിവോട് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഭാരപ്പെട്ടത് കൊണ്ട് ഒന്നും മാറിപ്പോകത്തൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം എന്നെ നടത്തുമെന്ന് വിശ്വസിക്കുക, ദൈവം ദോഷമായിട്ടൊന്നും എനിക്ക് ചെയ്യത്തില്ലെന്ന് വിശ്വസിക്കുക. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ നാം ആഴമായിട്ട് വിശ്വസിക്കുമ്പോൾ അത് തന്നെ നമുക്കൊരു സന്തോഷം തരും. നമുക്ക് ദൈവത്തിലുള്ള പ്രത്യാശ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഈ ഭാരമെല്ലാം, എന്തെങ്കിലും ചെറിയ ഭാരം വന്നാൽ തന്നെ നമുക്ക് ദൈവമെല്ലാം നോക്കിക്കോളും എന്നുള്ള ആ ഒരു ആശ്രയബോധം നമ്മെ ഭരിക്കും. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ ജോയ്, ദൈവം നമുക്ക് ജോയ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആട്ടിടയന്മാർ യേശുവിനെ കാണാൻ വന്ന് യേശുവിനെ കണ്ടു, സമ്മാനങ്ങളൊക്കെ കൊടുത്തു.
അവർ ചെയ്തെന്താണെന്നറിയാമോ? They shared this joy to other people. അപ്പോൾ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പൊ നമ്മൾ ദൈവത്തിൽ നിന്നും ഈ ജോയ് പ്രാപിച്ച് ജീവിച്ച് മുൻപോട്ട് പോകാൻ മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഈ ജോയ് മറ്റുള്ളവരോടും ഷെയർ ചെയ്യുക എന്നുള്ളത് നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സാക്ഷ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ ഈ ദൈവത്തെ അവരും കണ്ടുപോകും, ഈ ദൈവത്തിലേക്ക് അവരും കടന്നു വരും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യേശുവിനെ കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് മറ്റുള്ളവരെ അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ദൈവത്തിൽ നിന്നും നമ്മൾ പ്രാപിക്കുന്ന ഈ ജോയ്, ഈ ഹോപ്പ്, ഈ പ്രത്യാശ, ഈ സന്തോഷം മറ്റുള്ളവരും അനുഭവിക്കണം, മറ്റുള്ളവരിലോട്ടും നമ്മൾ ഷെയർ ചെയ്യണം. അതാണ് നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. മൂന്നാമതായിട്ട് ക്രിസ്മസിന്റെ മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് സമാധാനം. അതാണ് 1 പ്രത്യാശ, 2 സന്തോഷം, 3 സമാധാനം. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശു ക്രിസ്തുവിന്റെ വരവിന് മുൻപ് ഈ ലോകം, മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്ന് ദൈവത്തിലേക്ക് വരാനായിട്ട് മറ്റു മാർഗങ്ങളായിരുന്നു, വലിയ യാഗങ്ങളും അങ്ങനെയുള്ള മാർഗങ്ങളിൽ കൂടി മനുഷ്യൻ ദൈവത്തോട് അടുത്ത് വന്നുകൊണ്ടിരുന്നു. അപ്പം ഒരു യാഗം കഴിക്കും, അതിൻ്റെ എഫക്റ്റ് എല്ലാം പോവും, അടുത്ത യാഗം കഴിക്കും. പക്ഷെങ്കിൽ ദൈവം കാൽവരി ക്രൂശിൽ ഒരിക്കലായിട്ട് യേശു ക്രിസ്തുവിനെ ഒരു പരമയാഗമായി തീർത്ത് നമ്മുടെ പാപങ്ങളെ എന്നേക്കുമായിട്ട് മായ്ച്ചു കളയുവാൻ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ മനുഷ്യവർഗത്തെ, ദൈവത്തിൽ നിന്നും അകന്നിരുന്ന മനുഷ്യവർഗത്തെ ദൈവത്തോട് അടുപ്പിക്കുന്ന ആ ഒരു പ്രവൃത്തി നിമിത്തമാണ് ഈ സമാധാനം ഉണ്ടാകുന്നത്. ദൈവത്തിൽ നിന്നും ഈ സമാധാനം ഇല്ലാത്തത് എവിടെയാണെന്ന് വെച്ചാൽ ഹോസ്റ്റിലിറ്റി ഉള്ളിടത്താണ് സമാധാനം ഇല്ലാത്തത്. ഒരു ഹോസ്റ്റൈൽ ഫീലിംഗ്. ദൈവവും നമ്മളുമായിട്ട് എനിമീസ് ആണ്. നമ്മൾ ഒരിക്കൽ എനിമീസ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് സമാധാനമില്ലായിരുന്നു. എന്നാൽ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു തന്റെ പുത്രന്റെ മരണത്താൽ നമ്മെ റിക്കൺസൈൽ ചെയ്തു. He reconciled us into the kingdom of God. ആ റിക്കൺസിലിയേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സമാധാനം വന്നു. അതാണ് സമാധാനം എന്നുള്ളത്. അപ്പൊ ഈ പ്രത്യാശ, സന്തോഷം, സമാധാനത്തിന് അടിസ്ഥാന കാരണങ്ങളുണ്ട്. ഈ സമാധാനം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നമ്മൾ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ നിന്ന് വായിച്ച ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. He is the Prince of Peace. സമാധാന പ്രഭു. നമ്മൾ നോക്കണം, ദൈവം നമുക്ക് തരുന്ന സമാധാനം കുറഞ്ഞ അളവിലുള്ള സമാധാനമല്ല. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം. ഒരളവ് പോലും കൊണ്ട് അതിനെ അളക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ദൈവമക്കൾ വിവിധ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അതിൽ എല്ലാം ഒരു ശാന്തത, ഒരു സമാധാനം കണ്ടെത്താൻ കഴിയുന്നത് ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഈ സമാധാനം നമ്മുടെ ഉള്ളിൽ വരുന്ന സമാധാനമാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു സൂപ്പർഫിഷ്യൽ സമാധാനമല്ല. ഈ സമാധാനം നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന സമാധാനമാണ്. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിന്റെ സമാധാനമാണ്. പീസ് വിതിൻ. നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്ക് സമാധാനം തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:27 വായിക്കുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകും.
എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. അപ്പൊ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ we can overcome any kind of problem. അപ്പൊ ക്രിസ്മസിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് പ്രത്യാശ, രണ്ട് സന്തോഷം, മൂന്ന് സമാധാനം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ഈ സമാധാനം. നമ്മുടെ ഉള്ളിൽ നമ്മുടെ വിത്തിൻ us, നമ്മുടെ ഉള്ളിൽ ഈ സമാധാനം നിറഞ്ഞു കവിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയാമോ? അത് പുറത്തോട്ട് വരും. അത് പുറത്തോട്ട് വരുമ്പോൾ there will be peace among the people. Peace among the people. അപ്പോൾ നമ്മളിൽ ദൈവം തന്റെ സമാധാനത്തെ കൊണ്ട് നിറച്ച് കഴിയുമ്പോൾ നമ്മളിൽ എന്ത് നിറഞ്ഞിരിക്കുന്നോ അതാണ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ സന്തോഷം പ്രാപിച്ചിരിക്കുന്ന ആളുകൾ, പീസ്, സമാധാനം പ്രാപിച്ചിരിക്കുന്ന ആളുകൾ, പ്രത്യാശ പ്രാപിച്ചിരിക്കുന്ന ആളുകൾ, അവരുടെ ഉള്ളിൽ അത് നിറഞ്ഞ് തുളുമ്പി കവിഞ്ഞ് അത് പുറത്തു വരുമ്പോൾ അതെന്തെന്നറിയാം? മറ്റുള്ളവരിൽ പ്രത്യാശ ഉണ്ടാകും, മറ്റുള്ളവരിൽ സമാധാനം ഉണ്ടാകും, മറ്റുള്ളവരിൽ സന്തോഷം ഉണ്ടാകും. അപ്പൊ അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാനിവിടെ നിർത്തുകയാണ്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, ദൈവം യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ കൂടി ദൈവം നമുക്ക് നൽകിയ സന്തോഷം, പ്രത്യാശ, സമാധാനം, ഇത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം നമ്മൾ മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുവാൻ ഈ ക്രിസ്മസ് സമയം നമുക്ക് പ്രയോജനകരമാക്കി തീർക്കാം. ദൈവത്തിന്റെ വഴികളെ നമുക്ക് ഓർക്കാം. ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് എല്ലാ ഇതിന്റെ ഒരു ഉള്ളടക്കമുള്ള ഒരു പാട്ട്, മലയാളം പാട്ടുണ്ട്. ഞാനത് നമുക്കത് പാടാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. ഓക്കെ, നമുക്കത് ആ പാട്ട് പാടി കഴിയുമ്പോൾ Brother Wilson will come and close our service in prayer. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സനന്തരം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സനന്തരം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹത്സ്നേഹമതിൻ വിരമാക്കുവൈ അറിയാം. ദൈവമേ നിൻ മഹത്സ്നേഹമതിൻ വിരമാക്കുവൈ അറിയാം. എനിക്കവരില്ലേ അതിനാഴമഴ നിഴലെത്ര ബഹുലമഴ. എനിക്കവരില്ലേ അതിനാഴമഴ നിഴലെത്ര ബഹുലമഴ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം നാവുകളാൽ അതു വർണ്ണിപ്പാനി എഴുതോ. ആയിരം നാവുകളാൽ അതു വർണ്ണിപ്പാനി എഴുതോ.
വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മൾ രാവിലെ വന്ന സമയം മുതൽ ഈ സമയം വരെയും കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മകൾ നമ്മളെ ആക്കി പാടുവാൻ, സംഘത്തിന് വായിക്കുവാൻ, ദൈവത്തിന് കേൾപ്പാനൊക്കെയും ദൈവം നമുക്ക് കൃപ തന്നല്ലോ. വീണ്ടും നമുക്ക് ഒരുമിച്ച് തലകളെ വണക്കി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനുണ്ട്. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങളുടെ വീണ്ടും സ്തുതിക്കുന്നു. ഈ രാവിലെ ഞങ്ങൾക്ക് തന്ന നല്ല ആരാധനയ്ക്കായി സ്തോത്രം. ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ ഈ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഈ രാവിലെ യുദ്ധത്തോളം സൗഖ്യത്തോടെ ഞങ്ങളെ നീ എഴുന്നേൽപ്പിച്ചല്ലോ കർത്താവേ. നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഈ ഭവനത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മക്കളെല്ലാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം അവർക്ക് കർത്താവെ മാനിക്കണമേ, അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരെ നടത്തണമേ എന്ന് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ഈ ഫോണിയെ ഞങ്ങൾ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു. ഈ ഫോണിൽ നിന്ന് അനേകർ ഈ സഭയിൽ കടന്നു വരുവാൻ വരും ദിവസങ്ങളിൽ കർത്താവ് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദേശത്തിന്റെ കാവൽക്കാരാണ് കർത്താവേ. ഈ ദേശത്തിന് വേണ്ടി, സിറ്റിക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ദൈവം വരും ദിവസങ്ങളിലും ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോടൊപ്പം ഇന്ന് ആരാധനയിൽ പങ്കെടുക്കാത്ത ആനിസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെ മകള് ആയിരിക്കുന്ന ഇടത്ത് അവരെ നന്നായി നീ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കുടുംബത്തെ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അച്ഛനെയും കർത്താവേ ആന്റിയെയും അവർക്ക് ദാനമായി കൊടുത്ത കുടുംബങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സയോദരനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെല്ലാം എത്രത്തോളം ദൈവം നടത്തിയല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ എല്ലാ പ്രയാസങ്ങളിലും ദൈവം വരെ നടത്തിയ അടികളെയും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ മകൻ ഞങ്ങളോട് ഒരുമിച്ച് കടന്നു വന്ന് രാവിലെ പാട്ട് ലീഡ് ചെയ്യുവാനൊക്കെയും എന്റെ മകന് കൊടുത്ത ആ താല്പര്യത്തിനായി അവന്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവസാനമായി ദൈവമേ, ഞങ്ങൾ നിന്റെ വചനത്തിൽ നിന്ന് കേട്ടത് കർത്താവേ, ഞങ്ങൾക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ ആ ചൊരിഞ്ഞ രക്തമാണ് ഞങ്ങളെ ഇന്നും നിർത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി കർത്താവേ, ദൈവം ഭൂജാതനായല്ലോ. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു ഹോപ്പ് തന്നല്ലോ. ഞങ്ങൾക്ക് ജോയ് തന്നല്ലോ. ഞങ്ങൾക്ക് പീസ് തന്നല്ലോ. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന കർത്താവേ, ഈ സമാധാനവും സന്തോഷവും പ്രത്യാശയും ദൈവത്തിന്റെ ദാനമാണല്ലോ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രത്യാശയുണ്ട്. ഞങ്ങളെ ചേർപ്പാൻ എന്റെ ദൈവം കടന്നു വരുവാൻ അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് ദൈവമേ നീക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്റെ അപ്പച്ചന്റെ വരവിന്റെ തൊട്ട് മുൻപുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ ആരും കൈവിടപ്പെട്ടു പോകാം. നിത്യതയുടെ തീരത്ത് കാണാം. അടിയങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവമേ ഞങ്ങൾക്ക് നല്ല സമയത്തിനായി സ്തോത്രം. ഒരു ദിവസങ്ങളിലുള്ള ഞങ്ങളുടെ യാത്രകളിലെല്ലാം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളുടെ ജോലി കാര്യങ്ങൾ, ബിസിനസ്സിലെല്ലാം കർത്താവ് ദേവദാസിനെ കുടുംബമായി ബലപ്പെടുത്തണമേ. പല ദിവസങ്ങളിൽ കർത്താവ് ശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് അനേകരോട് വീണ്ടും ഹല്ലേലൂയ ഈ സുവിശേഷം അറിയിപ്പാൻ നാടായിരിക്കുന്ന കുടുംബത്തെയോ ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയും യാതൊന്നും കേട്ടതും യേശു ചോദിക്കുമ്പോൾ കേൾക്കണമേ.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. I know this is Christmas season and I brought some small gift for you. So how I'm going to distribute this is, we have two different kind of gifts. So one gift I'm going to give to each family, one gift, okay? Then I'm going to give those who didn't get the gift, I'll give and some other gift.